നമസ്കാരം, എൻ്റെ പേര് നയന. ഇന്ന് പെഗാഡോ കണക്റ്റ് ആപ്ലിക്കേഷൻ എങ്ങനെയാണ് സൈനപ്പ് ചെയ്യേണ്ടതെന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ആദ്യമായി പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. പെഗാഡോ കണക്റ്റ് എന്ന ആപ്പിൻ്റെ പേര് ഓൾറെഡി കൂപ്പണിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആപ്പിൻ്റെ പേര് ടൈപ്പ് ചെയ്യുക. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാളേഷന് ശേഷം സൈനപ്പിനായിട്ട് ചോദിക്കുന്ന സ്ക്രീന് ഇങ്ങനെയാണ്. ഇതിൽ രജിസ്റ്റർ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യണം. ഇതിൽ ഞാൻ ഒരു ഡമ്മി നമ്പറാണ് യൂസ് ചെയ്യുന്നത്. സെൻഡ് OTP ക്ലിക്ക് ചെയ്യാം. ഹലോ, സൈനപ്പിനായിട്ട് ചോദിക്കും. സൈനപ്പ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. വൈൽ യൂസിങ് ദി ആപ്പ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഫസ്റ്റ് ലാംഗ്വേജ് ആണ് ചോദിക്കുന്നത്. ലാംഗ്വേജ് ഇംഗ്ലീഷ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നു. ഫുൾ നെയിം എൻ്റർ ചെയ്യാം. ഏരിയ പിൻകോഡ് എൻ്റർ ചെയ്യാം. ഏതാണ് കാറ്റഗറി എന്ന് മെൻഷൻ ചെയ്യണം. മേസ്ത്രി ആണെങ്കിൽ മെസ്സെന്ന് സെലക്ട് ചെയ്യുക. കോൺട്രാക്ടർ ആണെങ്കിൽ കോൺട്രാക്ടറിന് സെലക്ട് ചെയ്യാം. ഇവിടെ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്തതിന് ശേഷം ലാസ്റ്റ് കണ്ടിന്യൂ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. നിങ്ങളുടെ പ്രൊഫൈൽ ഇതിനോടകം ക്രിയേറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഹോം സ്ക്രീനിൽ വരുന്നത്. ഇനി പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആദ്യമായി മൈ പ്രൊഫൈൽ ഓപ്ഷൻ എന്ന് സെലക്ട് ചെയ്യാം. ഇവിടെ താങ്കളുടെ കൊടുത്തിരിക്കുന്ന വിവരം ലഭ്യമാണ്. വർക്ക് ഡീറ്റെയിൽസ്, സേവ് ബാങ്ക് അക്കൗണ്ട്, മൈ അഡ്രസ്, ഈ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ സേവ് ബാങ്ക് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാം. കൊടുത്തിരിക്കുന്ന വിവരം കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. വാലിഡേറ്റ് ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്യാം. IFSC കോഡ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ബാങ്കിൻ്റെ പേര് വരുന്നതായിരിക്കും. ഇവിടെ അക്കൗണ്ട് ഹോൾഡർ നെയിം കൊടുക്കുന്ന ബാങ്കിൻ്റെ അക്കൗണ്ട് ഹോൾഡറുടെ പേര് ടൈപ്പ് ചെയ്യുക. ഇവിടെ ഈ ആരോ മാർക്ക് സിമ്പിൾ കാണിച്ചതിൽ അവിടെ ക്ലിക്ക് ചെയ്യണം. കണ്ടിന്യൂ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. ടേക്ക് എ ഫോട്ടോ എന്ന ഓപ്ഷൻ എടുക്കുക. വൈൽ യൂസിങ് ദി ആപ്പ് എന്ന് സെലക്ട് ചെയ്യുക. ബാങ്ക് പാസ്ബുക്കിൻ്റെ ഫോട്ടോ ആഡ് ചെയ്യണം. ഓക്കെ എന്ന് കൊടുക്കാം. എടുത്തിരിക്കുന്ന ഫോട്ടോ ക്രോപ്പ് ചെയ്യണമെങ്കിൽ ക്രോപ്പ് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞ് സേവ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഈ സ്ക്രീനിൽ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഇതിൽ സേവ് ബാങ്ക് അക്കൗണ്ട് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഒരു കാർഡ് പോലെ ഈ സ്ക്രീനിൽ കാണാൻ പറ്റും. ഇതിൽ എന്തെങ്കിലും ചേഞ്ചസ് ഈ ഡീറ്റെയിൽസ് വേണ്ടാന്നുണ്ടെങ്കിൽ 3 ഡോട്ട്സ് കൊടുത്തിരിക്കുന്ന ഈ വിവരം ഡിലീറ്റ് എന്ന ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഈ അക്കൗണ്ട് ഡിലീറ്റ് ആവുകയും ചെയ്യുന്നതായിരിക്കും. കൂപ്പൺ സ്കാൻ ചെയ്യുന്നതിനായിട്ട് ആപ്പിൽ സ്ക്രീനിനകത്ത് സ്കാൻ കോഡ് എന്ന ഓപ്ഷനും QR കോഡ് പോലെയുള്ള ഒരു ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതിൽ സ്കാൻ കോഡ് എന്ന ഓപ്ഷൻ സെലക്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ കിട്ടിയിരിക്കുന്ന കൂപ്പൺ സ്കാൻ ചെയ്യാം. നമ്മുടെ കൂപ്പൺ സ്കാൻ ആയിട്ടുണ്ട്. സ്കാൻ ചെയ്ത കൂപ്പൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ ഹിസ്റ്ററി എന്ന ഓപ്ഷൻ ചെക്ക് ചെയ്യാവുന്നതാണ്. അതിൽ എല്ലാവിധ ട്രാൻസാക്ഷൻ്റെ ഡീറ്റെയിൽസും അവൈലബിൾ ആണ്. പിന്നെ മൈ ബാലൻസ് എന്ന ഓപ്ഷനിൽ ബാലൻസ് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇനി കിട്ടിയിരിക്കുന്ന കൂപ്പൺ പേയ്മെൻറ്റ് വിഡ്രോ ചെയ്യാനായിട്ട് ഗെറ്റ് മണി എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. മിനിമം 100 പോയിൻ്റ് എങ്കിലും വിഡ്രോ ചെയ്യാൻ നേരത്ത് ഉണ്ടായിരിക്കണം. 100 പോയിൻ്റ് എൻട്രി ചെയ്തു ബാങ്ക് എന്ന ഓപ്ഷനിൽ സെലക്ട് ചെയ്യുക. വെരിഫൈ ആൻഡ് സബ്മിറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. OTP വരുന്നതായിരിക്കും. OTP എൻ്റർ ചെയ്യാം. വെരിഫൈ എന്ന് ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ഒരു സക്സസ്ഫുള്ളിൻ്റെ പോപ്പപ്പ് വരുന്നതായിരിക്കും. ഹിസ്റ്ററിയിൽ ചെക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും പേയ്മെൻറ്റ് അണ്ടർ അപ്രൂവ് എന്ന് കാണിക്കും. അണ്ടർ അപ്രൂവിൻ്റെ ഒരു കോള് വെരിഫിക്കേഷനായിട്ട് വന്നു കഴിഞ്ഞതിന് ശേഷം പേയ്മെൻറ്റ് 24 മണിക്കൂറിനുള്ളിൽ ബാങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു. ഈ വീഡിയോ കണ്ടതിൽ ഒരുപാട് നന്ദി.